ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് US-ലെ മെയിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന അക്കേഡിയ എന്ന് പറയുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ഒരു ബ്യൂട്ടിഫുൾ നാഷണൽ പാർക്കിലാണ്. സോ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങാം. പിന്നെ ഇവിടുത്തെ കോസ്റ്റൽ തീരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്കവാറും ബീച്ചുകൾ, അതായത് എന്താ പറയുക, ഒരു 99.9% ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി ബീച്ചുകളാണ്. അപൂർവമായിട്ടുള്ള സാൻഡി ബീച്ചുകളൊന്നാണ് ഈ അക്കേഡിയ നാഷണൽ പാർക്കിലെ ബീച്ച്. ആ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വാട്ടർ വളരെ തണുപ്പാണ്, ഏകദേശം 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വെള്ളത്തിൻ്റെ തണുപ്പ്. കാരണം നീന്തൽ, സ്വിമ്മിങ് പരിപാടി ഒന്നും നടക്കില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കിട്ടുന്നത്. Don't kiss my camera. Maybe I should move him up into the weeds or something. Yalla! Good for supper! let's tickle him. സോ ബേസിക്കലി ഈ ഒരു ഏരിയ തണ്ടർ ഹോൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ഒരു ഹോളുണ്ട്, അതിലേക്ക് ഈ തിരമാല അടിച്ച് വെള്ളം ഒന്ന് കയറുമ്പോൾ ശരിക്കും ഇടിമുഴക്കത്തിൻ്റെ സൗണ്ടാണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് മഞ്ഞുപാളികൾ ഇപ്പോഴും തണുത്തുറഞ്ഞ് കിടക്കുന്നുണ്ട്. അത്രയ്ക്കും തണുത്തിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അത് കാരണം ഇവിടെ അങ്ങനെ വെള്ളത്തിലിറങ്ങൽ ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരുപാട് മഞ്ഞുപാളികൾ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതിനടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മഞ്ഞുപാളികളാണ് ഇതിനകത്ത് മൊത്തം കിടക്കുന്നത്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ വ്യൂ ആണ്. എത്ര നേരം നിന്നാലും നമുക്ക് മതി വരില്ല. അവിടെ ഇവിടെയൊക്കെ സ്ലിപ്പറി ആണ് ഈ റോക്ക്. പക്ഷെ എന്നാലും ഒരു ക്ലോസ് വ്യൂ കിട്ടാനായിട്ടാണ് ഞാനിങ്ങോട്ട് നടന്നു വന്നത്.
ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശരിക്കും അലൗഡ് അല്ല, പക്ഷെ നമ്മൾ എന്താ പറയുക നൈസായിട്ടൊന്ന് വയലേറ്റ് ചെയ്ത് ചാടിയതാണ്. വളരെ ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന്. സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റ്. പക്ഷെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ്. സോ കുറച്ച് നേരം നടക്കാമെന്ന് തീരുമാനിച്ചു. അതായത് ഓഷ്യൻ പാത്ത് എന്ന് പറയുന്ന ഒരു ഹൈക്കിംഗ് ട്രയൽസ് ആണ്. ഈ സമുദ്രത്തോട് കുറച്ച് അകലെയായിട്ട് കിടക്കുന്ന ഒരു ട്രയൽസാണിത്. നല്ല രസമാണ്. നമുക്ക് എന്താ പറയുക, ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കടൽ, മറു സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല പൈൻ വൃക്ഷങ്ങൾ, നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ട്രയൽസ് ഹൈക്കിങ്. ഒത്തിരി പേര് നടക്കാനായിട്ട് വരുന്നുണ്ട് ഈ ട്രയൽസിൽ. ഒരു രക്ഷയില്ലാതെ കിഡ് വ്യൂ ആണ് ഇവിടുന്ന്. ഒരു രക്ഷയില്ലാത്ത വ്യൂകളാണ് ഇത്. ചുറ്റുപറ്റി ഒരുപാട് ഐലൻഡുകൾ, ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്. നമ്മൾ അതേപോലത്തെ ഒരു ഐലൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഐലൻഡുകൾ ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട്. അതേപോലത്തെ ഒരു കൊച്ചു ഐലൻഡിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. സൈഡിൽ മൊത്തം ഇതേപോലെ എന്താ പറയുക ചുവന്ന കളറൊക്കെയുള്ള പാറപ്പുറങ്ങളാണ് മൊത്തം. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മുടെ കൂടെ നമ്മുടെ ബ്രദറിലോ ഉണ്ട്. ആളെപ്പോഴും ഇവിടെ വരുന്നതാണ്. കാരണം ആളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. പുള്ളി വന്ന് പുള്ളിയുടെ പിക്ചേഴ്സ് എല്ലാം മെയിനായിട്ടും ഈ ഒരു അക്കേഡിയ നാഷണൽ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള പിക്ചറുകളാണ്. അദ്ദേഹം ഇവിടെ വന്ന് എപ്പോഴും പല പിക്ചേഴ്സ് എടുത്ത് അദ്ദേഹം സ്വയം എടുക്കുന്ന പിക്ചറുകളാണ് അദ്ദേഹം സാധാരണ വരയ്ക്കാറ്. അതൊക്കെ വലിയ പ്രൈസിന് ഗാലറിയിൽ വെച്ച് സെയിലായി പോകുന്നതാണ്. അതിൻ്റെ ലിങ്ക്, അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ലിങ്ക് ഞാനിത് താഴ്ത്തിടാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഭയങ്കര എന്താ പറയുക ഒരു അമേസിങ് ടാലൻ്റായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാണിച്ചു തരാം. ആ ഫോട്ടോ എടുക്കുന്നതാണ് നമ്മുടെ ബ്രദറിൻലോ. ഒരു രക്ഷയില്ലാത്ത പിക്ചറുകളാണ് അദ്ദേഹം വരയ്ക്കുന്നത്. നല്ല രസമാണ്. അതാണ് നമ്മുടെ അളിയൻ.